ഏകപക്ഷീയമായെങ്കിലും അമേരിക്ക വെടിനിർത്തൽ നീട്ടിയതിന്റെ ആശ്വാസത്തിലാണ് ലോകം. എന്നാൽ ഇറാൻ യുദ്ധം പുനരാരംഭിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുകയുമാണ്. വെടിനിർത്തൽ കരാറിന്റെ കാലാവധി തീരാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് അത് നീട്ടിയത്. രണ്ടാം ഘട്ട അമേരിക്ക ഇറാൻ ചർച്ച ഇനി ഉണ്ടാകുമെന്നും അത് ശാശ്വത സമാധാനത്തിന് വഴി തുറക്കുമെന്നും പ്രതീക്ഷിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളും. രണ്ടാം ഘട്ട ചർച്ച നടക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്ന ട്രംപ് യുദ്ധം പുനരാരംഭിക്കാനുള്ള പദ്ധതിയും തയ്യാറാക്കിയിരുന്നു. ഏതൊരു ആക്രമണത്തെയും എത്ര കാലം വേണമെങ്കിലും നേരിടാമെന്ന നിലപാടിലായിരുന്നു ഇറാനും. വെടിനിർത്തൽ നീട്ടില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ട്രംപ് നാവിക ഉപരോധത്തോടെ വെടിനിർത്തൽ നിലനിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംഘർഷം അയയും, പക്ഷേ അവസാനിക്കില്ല എന്ന് സന്ദേശം. ഇറാൻ മിസൈലുകൾ വീണ്ടും വീഴുന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. യുദ്ധത്തിൽ ഒരു പങ്കുമില്ലാതിരുന്നിട്ടും അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ തുടങ്ങാൻ ഭൂമി നൽകിയതിന്റെ പേരിൽ ഇറാൻ ആക്രമിച്ചു. കോടിക്കണക്കിന് ഡോളറിന്റെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അതിനൊന്നും അമേരിക്ക നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. ഇനിയും നഷ്ടം സഹിക്കാനാകില്ല എന്ന് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ അറിയിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. 40 ദിവസം നീണ്ട യുദ്ധത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കും അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇറാനെതിരായ യുദ്ധത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് UAE അമേരിക്കയിൽ നിന്ന് സാമ്പത്തിക ഗ്യാരണ്ടി തേടിയിട്ടുണ്ട് എന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് വാഷിംഗ്ടണിനെ സാമ്പത്തിക ബാധ്യതയിലേക്ക് തള്ളിവിടാം. കാരണം മറ്റ് ഗൾഫ് രാജ്യങ്ങളും പേ ഔട്ടിനായി ക്യൂവിൽ ചേരും. യുദ്ധം ചിലവേറിയ ഒരു ബിസിനസ്സാണെന്ന കൈപ്പേറിയ സത്യം ട്രംപിന് ഇനിയും മനസ്സിലായിട്ടില്ലേ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. യുദ്ധാനന്തര പുനർനിർമ്മാണം അതിലും കൂടുതലാണ്. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതിന് ശേഷം US പ്രതിദിനം 890 മില്യൺ മുതൽ $1 ബില്യൺ വരെ ചെലവഴിച്ചു. ഇസ്രയേൽ മൊത്തത്തിൽ $11.2 ബില്യൺ ചെലവഴിച്ചു. $6.2 ബില്യൺ ആദ്യ 20 ദിവസങ്ങളിൽ മാത്രം ചെലവഴിക്കേണ്ടി വന്നത്. സൗദി അറേബ്യ പോലുള്ള ഗൾഫ് രാജ്യങ്ങളിലെ സിവിലിയൻ ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ നന്നാക്കുന്നതിനുള്ള യുദ്ധാനന്തര ചെലവ് $60 ബില്യൺ കൂടുതലാകും. ഇതിൽ $50 ബില്യൺ എണ്ണ വാതക സൗകര്യങ്ങൾ തുടങ്ങിയവ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിവരുമെന്ന് കൺസൾട്ടന്റുമാരായ റിസ്റ്റാർഡ് പറയുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് UAE-യിലാണ്. ദുബായിലെ ഫെയർമോണ്ട് ദി പാം ഹോട്ടൽ പോലുള്ള സിവിലിയൻ കെട്ടിടങ്ങൾക്കും പ്രതിദിനം 1 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യുന്ന ഫുജൈറ എണ്ണ കയറ്റുമതി ടെർമിനൽ പോലുള്ള ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും കേടുപാടുകൾ വരുത്തുകയോ അവയെ നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. 2 ആമസോൺ ഡാറ്റാ സെന്ററുകളിലും മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചിരുന്നു. ആക്രമണങ്ങൾ മേഖലയിൽ ഉടനീളമുള്ള ബാങ്കിംഗ്, ക്ലൗഡ് സേവനങ്ങളെയും കമ്പ്യൂട്ടിംഗ് സൗകര്യങ്ങളെയും തടസ്സപ്പെടുത്തി. അതിനാൽ യുദ്ധം തുടരാനാണ് തീരുമാനമെങ്കിൽ സാമ്പത്തികമായി പിന്തുണയ്ക്കണം എന്ന ആവശ്യവുമായി UAE അമേരിക്കയെ സമീപിച്ചതായാണ് റിപ്പോർട്ടുകൾ. സമാനമായ ചർച്ചകളിൽ പുരോഗതിയില്ലാത്തതിനാൽ യുദ്ധം തുടരാനാണ് സാധ്യത. വാൾസ്ട്രീറ്റ് ജേണൽ പറയുന്നതനുസരിച്ച് കഴിഞ്ഞയാഴ്ച UAE സെൻട്രൽ ബാങ്ക് മേധാവി ഖാലിദ് മുഹമ്മദ് ബാലാമ US ഫെഡറൽ റിസർവ് അധികൃതരുമായി ചർച്ച നടത്തി. മിസൈൽ ആക്രമണങ്ങൾ മൂലം എണ്ണ വാതക അടിസ്ഥാന സൗകര്യങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് UAE എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതിനു പുറമെ കടലിടുക്ക് ഉപരോധം മൂലം ഡോളർ വരുമാനത്തിലുണ്ടായ ഗണ്യമായ നഷ്ടവും US ഫെഡറൽ റിസർവ് അധികൃതർക്ക് നൽകിയ കണക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മേഖലയിലെ രാജ്യങ്ങളോട് അഭിപ്രായം പോലും ചോദിക്കാതെ ഇറാനെ ആക്രമിച്ചതിനാൽ നഷ്ടപരിഹാരം നൽകേണ്ടത് അമേരിക്കയുടെ ഉത്തരവാദിത്തമാണെന്നാണ് UAE കരുതുന്നത്. UAE-യുടെ ഈ ആവശ്യം അമേരിക്കയുമായുള്ള ബന്ധത്തെ ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട്. യുദ്ധം തുടരാൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ധനസഹായം ആവശ്യപ്പെടുന്നതിനെ കുറിച്ച് ആലോചനയുണ്ട് എന്ന് മാർച്ച് 30-ന് ട്രംപ് പറഞ്ഞതാണ്. അതിൽ നിന്ന് ഒരടി പിന്നോട്ട് പോയാൽ ട്രംപിന് അത് രാഷ്ട്രീയമായി തിരിച്ചടിയാകും. പണം വാങ്ങി യുദ്ധം ചെയ്യുന്നതിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വലിയ താല്പര്യമുണ്ടെന്ന് വൈറ്റ് ഹൗസ് വക്താവ് കരോലിൻ ലിവിറ്റ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. അതിന് ഒരു കാരണവുമുണ്ട്, മാതൃകയുമുണ്ട്. 1991-ലെ ഗൾഫ് യുദ്ധത്തിൽ സൗദി അറേബ്യ $16.8 ബില്യൺ, കുവൈറ്റ് $16 ബില്യൺ അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട്. വാസ്തവത്തിൽ ചെലവിന്റെ ഏകദേശം 12% മാത്രമാണ് US വഹിച്ചത്. ഇപ്പോൾ ലോകത്തെ ഊർജ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് മേൽ സമ്മർദ്ദം വർദ്ധിച്ചു വരികയാണ്. ഈ സമയത്ത് സാമ്പത്തിക പിന്തുണ എന്ന UAE-യുടെ ആവശ്യം സമ്മതിച്ചാൽ പഴയ കഥയെ മാറ്റിമറിക്കുന്നതാകും. അതായത് യുദ്ധത്തിന്റെ പേരിൽ US മറ്റൊരു രാജ്യത്തിന് പണം നൽകുന്നതിന് ലോകം സാക്ഷിയാകേണ്ടി വരും. അങ്ങനെ സംഭവിച്ചാൽ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ അവരുടെ കണക്കുകളുമായി ക്യൂവിൽ നിൽക്കും.
ഇറാൻ മിസൈലുകൾ ഖത്തറിന്റെ LNG കയറ്റുമതി ശേഷിയുടെ 17% നശിപ്പിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയ്ക്ക് അവരുടെ റാസ് തനൂര എണ്ണ ശുദ്ധീകരണശാല അടച്ചു പൂട്ടേണ്ടി വന്നു. ഇതിനെല്ലാം നഷ്ടപരിഹാരം നൽകേണ്ടി വരും. ദൈനംദിന യുദ്ധ ചെലവുകൾക്കൊപ്പം ഈ ബില്ലുകൾ കൂടി ചേർത്ത് വെക്കേണ്ടി വരുന്നത് അമേരിക്കയ്ക്ക് വൻ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കും. ഇതിനു പുറമെ ലോകത്തിലെ പ്രധാന കറൻസി എന്ന നിലയിൽ ഡോളറിന്റെ സ്ഥാനത്തെ ഇത് ബാധിച്ചേക്കാം. കാരണം എണ്ണ വാതക ഇടപാടുകൾ ഡോളറിലാണ് നടക്കുന്നത് എന്നത് തന്നെ. UAE ഇതിനകം തന്നെ ഇത്തരം ഇടപാടുകൾക്കായി ചൈനീസ് യുവാനിലേക്ക് മാറാനുള്ള സാധ്യതയെക്കുറിച്ച് ആലോചിക്കുന്നുമുണ്ട്. ഇത് ട്രംപിനെ ആശങ്കപ്പെടുത്തും. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒക്ടോബറിൽ ചൈനീസ് സെൻട്രൽ ബാങ്ക് എമിറേറ്റ്സിൽ അവരുടെ രണ്ടാമത്തെ യുവാൻ ക്ലിയറിംഗ് ബാങ്ക് തുറന്നതുകൊണ്ട്. കഴിഞ്ഞ 2-3 വർഷമായി ഗൾഫ് രാജ്യങ്ങളും ചൈനയും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം വളരുന്നുണ്ട്. സാമ്പത്തിക ബന്ധം വികസിപ്പിക്കുന്നതിലും ലോക ഊർജ കേന്ദ്രമായ ഗൾഫ് മേഖലയിൽ ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും ചൈന വലിയ താല്പര്യം കാണിക്കുന്നുമുണ്ട്. അങ്ങനെ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് യുദ്ധപ്പണം വാങ്ങാൻ ശ്രമിക്കുമ്പോൾ ഇറാൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നഷ്ടപരിഹാരം ചോദിക്കുകയുമാണ്. യുദ്ധത്തിൽ സജീവമായി പങ്കെടുത്തു എന്ന് ഇറാൻ വിശ്വസിക്കുന്ന UAE, സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, ജോർദാൻ എന്നീ രാജ്യങ്ങളെല്ലാം അന്താരാഷ്ട്ര മര്യാദകൾ ലംഘിച്ചുവെന്നാണ് ഇറാന്റെ ആരോപണം. ടെഹ്റാൻ $270 ബില്യൺ നഷ്ടപരിഹാരമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. റഷ്യയുടെ RIA നോവോസ്തി വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഒരു സർക്കാർ വക്താവ് ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന് മേലുള്ള തങ്ങളുടെ അധികാരം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കണമെന്ന ആവശ്യം അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ട്രാൻസിറ്റ് കപ്പലുകളിൽ നിന്ന് ടോൾ പിരിക്കുന്നത് നഷ്ടപരിഹാരത്തിന്റെ ഭാഗമല്ല. അത് മറ്റൊരു വരുമാന മാർഗമാണ് ഇപ്പോൾ ഇറാന്. ഒരു കപ്പലിന് $1 മുതൽ $1.5 മില്യൺ ഈടാക്കാൻ പദ്ധതി. ക്രൂഡ് ടാങ്കറുകൾക്ക് പ്രതിമാസം $4.5 ബില്യൺ ചെലവാക്കേണ്ടി വരുമെന്നാണ് സാരം. ഇങ്ങനെ നോക്കുകയാണ് എങ്കിൽ യുദ്ധം പണത്തിന് വേണ്ടിയാണ് എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വളങ്ങളുടെയും മറ്റ് വ്യാവസായിക ഉൽപാദനങ്ങളുടെയും ഉൽപാദനത്തിൽ സ്ഥിരത കൈവരിക്കാനും യുദ്ധത്തിന് മുൻപുള്ള നിലയിലേക്ക് മടങ്ങാനും ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ എടുക്കുമെന്ന് സൗദി ധനകാര്യമന്ത്രി മുഹമ്മദ് അൽ ജദാൻ പറഞ്ഞിട്ടുണ്ട്. എണ്ണ വിതരണം പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ച് മന്ത്രി പറഞ്ഞത് ടാങ്കറുകൾ ഷെഡ്യൂൾ ചെയ്യുന്നതിനും അവ തിരികെ കൊണ്ടുവരുന്നതിനുമുള്ള അടിസ്ഥാന ലോജിസ്റ്റിക് തയ്യാറാക്കാനും ജൂൺ വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാമെന്നാണ്. യുദ്ധത്തിന്റെ ഏതൊരു അന്ത്യവും എല്ലാ പങ്കാളികളെയും, അതായത് ഷിപ്പിംഗ് സ്ഥാപനങ്ങളും മറൈൻ ഇൻഷുറൻസ് ദാതാക്കളും ഉൾപ്പെടെ വിശ്വാസത്തിലെടുത്ത് ഉള്ളതായിരിക്കണം. യുദ്ധം പുനരാരംഭിക്കില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയണം. എല്ലാം പഴയതുപോലെയാകാൻ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ സമയമെടുക്കും. അതിന് ജനങ്ങളെയും സമ്പദ് വ്യവസ്ഥയും സജ്ജരാക്കണം എന്നും സൗദി ധനകാര്യമന്ത്രി പറയുന്നുണ്ട്. 40 ദിവസം തുടർന്ന യുദ്ധത്തിന്റെ കണക്കാണ് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മുന്നിൽ വെക്കുന്നത്. അതേ കണക്കാണ് ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് നൽകിയത്. ഗൾഫ് രാജ്യങ്ങൾ ക്രോസ് ഫയറിൽ പെട്ടവരാണ്, അഥവാ 2 പേർ യുദ്ധം ചെയ്യുമ്പോൾ അതിനിടയിൽപ്പെട്ടവർ. ഇറാനാകട്ടെ പ്രകോപനമില്ലാതെ ആക്രമണം നേരിട്ടവർ. 2 പേർക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കിയത് അമേരിക്കയാണ്, കൂട്ടത്തിൽ ഇസ്രയേലും. സുരക്ഷ എന്നത് മിഥ്യയാണെന്ന് ഗൾഫ് രാജ്യങ്ങൾ വൈകിയെങ്കിലും മനസ്സിലാക്കി. സുരക്ഷ ഉറപ്പു നൽകിയാണ് അമേരിക്ക അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലെങ്ങും തുറന്നത്. അതിന്റെ നടത്തിപ്പ് ചെലവ് വഹിക്കുന്നത് അതാത് രാജ്യങ്ങളാണ് താനും. ആ രാജ്യങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ അവരോട് അഭിപ്രായം പോലും ചോദിക്കാതെയാണ് ട്രംപ് യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയത്. സുരക്ഷ ഒരുക്കിയെന്ന് പറഞ്ഞ അമേരിക്ക തന്നെ ഈ രാജ്യങ്ങളെ അരക്ഷിതാവസ്ഥയിലാക്കി. അവർക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. ഇപ്പോൾ കയ്യും കെട്ടി മാറി നിൽക്കുന്നു. ഇനി യുദ്ധം തുടരാൻ പണം കൂടി നൽകേണ്ടി വരുമെന്ന ഘട്ടത്തിലാണ് അമേരിക്കയോട് അങ്ങോട്ട് പണം ആവശ്യപ്പെടുന്നത്. ലോകക്രമം മാറുന്നതിന്റെ സൂചനയായും ചില അന്താരാഷ്ട്ര വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നുണ്ട്. ഇതിനു പുറമെ ഗൾഫ് രാജ്യങ്ങൾ ഹോർമൂസിന് ഒരു ബദൽ മാർഗം കൂടി തേടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. അത് കാണാത്തവർക്കായി ആ റിപ്പോർട്ട് ഒരിക്കൽ കൂടി കാണിക്കുകയാണ്. ഈ ഇറാനിൽ യുദ്ധം തുടങ്ങിയപ്പോൾ ഇല്ലാതിരുന്ന വലിയ പ്രതിസന്ധിയാണ് ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ ഉണ്ടായത്. ഇറാന്റെ നീക്കം അമേരിക്കയുടെ സഖ്യകക്ഷികളായ സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളെ സാമ്പത്തികമായി ഞെരുക്കാൻ ഉദ്ദേശിച്ചായിരുന്നു. പക്ഷേ എണ്ണയ്ക്കും വാതകങ്ങൾക്കുമായി ആ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങളെ പോലും അത് ബാധിച്ചു. മറ്റു വഴിയില്ലാതെ വലയുകയാണ് ശരിക്കും ഗൾഫ് രാജ്യങ്ങൾ. യൂറോപ്യൻ രാജ്യങ്ങളാകട്ടെ എണ്ണ കിട്ടുന്ന വേറെ രാജ്യങ്ങളെ തേടി പോകാനും തുടങ്ങി. എണ്ണ വിറ്റ് മാത്രം നിലനിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് അത് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനാൽ ഇറാന്റെ ഹോർമൂസ് ഉപരോധത്തിൽ കുടുങ്ങിപ്പോയ എണ്ണ കയറ്റുമതി പുനരുജ്ജീവിപ്പിക്കാൻ ബദൽ മാർഗങ്ങൾ തേടുകയാണ് ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ. ലോകത്തിന്റെ എണ്ണ നീക്കത്തിന്റെ 20% നടക്കുന്ന ഹോർമൂസ് കടലിടുക്കാണ് ഇറാൻ അനിശ്ചിതമായി അടച്ചിട്ടത്. അമേരിക്ക ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം കാരണം ഇറാന് നേരത്തെ തന്നെ എണ്ണ വിൽക്കാനാകുന്നില്ല. ഉപരോധം വിലവെക്കാത്ത ചൈനയാണ് ഇറാന്റെ എണ്ണ വാങ്ങുന്നത്. അതുകൊണ്ട് ഹോർമൂസ് ഇറാന് ഒരു വിഷയമല്ല. എന്നാൽ മറ്റ് അറബ് രാജ്യങ്ങളുടെ ജീവനാടി തന്നെ
എണ്ണ വിൽപ്പനയാണ്. എണ്ണ കയറ്റുമതി സമ്പദ്ഘടനയുടെ നട്ടെല്ലായ സൗദിയും UAE അടക്കമുള്ള രാജ്യങ്ങളുടെ എണ്ണ നീക്കം മുടങ്ങിയതോടെ സമ്പദ്ഘടന കാര്യമായ രീതിയിൽ തളർന്നിരുന്നു. അത് പുനരുജ്ജീവിപ്പിക്കാൻ നിശ്ചലമായി കിടക്കുന്ന ബദൽ വ്യാപാര ഇടനാഴി വീണ്ടും സജീവമാക്കാനുള്ള ശ്രമത്തിലാണ് അവർ. നിലവിൽ ആലോചിക്കുന്ന ഒരു പദ്ധതി ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ച് ഗൾഫ് വഴി യൂറോപ്പ് വരെയുള്ള IMEC എന്നു പേരുള്ള വ്യാപാര ഇടനാഴിയാണ്. ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്തേക്ക് നീളുന്ന ഒരു പൈപ്പ് ലൈനും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. പൈപ്പ് ലൈൻ നിർമ്മിക്കാമെന്ന ഇസ്രായേലി ഊർജ്ജ കമ്പനിയായ ന്യൂമിഡ് എനർജി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ ഒരു പുതിയ പൈപ്പ് ലൈൻ നിർമ്മിക്കുന്നത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന കാര്യം കൂടി ഗൾഫ് രാജ്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിലവിൽ സൗദിക്ക് ഒരു പൈപ്പ് ലൈൻ ഉണ്ട്. 1980കളിലെ ഇറാൻ-ഇറാഖ് യുദ്ധകാലത്ത് എണ്ണ ടാങ്കറുകൾ മാത്രം ലക്ഷ്യമിട്ട് യുദ്ധം നടന്നപ്പോൾ നിർമ്മിച്ച ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ ഇന്നും സജീവമാണ്. ഗൾഫ് രാഷ്ട്രങ്ങൾ പുതിയ പൈപ്പ് ലൈനിനെ കുറിച്ച് ആലോചിച്ച് വന്നപ്പോൾ തന്നെ അന്ന് പൈപ്പ് ലൈൻ നിർമ്മിച്ച കാറ്റ് ഗ്രൂപ്പുമായി കൂടിയാലോചന നടത്തിയിരുന്നു. എന്നാൽ കാറ്റ് ഗ്രൂപ്പ് CEO ക്രിസ്റ്റഫർ ബുഷിന്റെ അഭിപ്രായത്തിൽ പുതിയൊരു പൈപ്പ് ലൈൻ നിലവിലെ സാഹചര്യത്തിൽ നിർമ്മിക്കുന്നത് പണച്ചിലവേറിയതും റിസ്ക് ഏറെയുമുള്ള ഒന്നാണ് എന്നുമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ പോലെ ഒന്ന് നിർമ്മിക്കാൻ $5 ബില്യൺ ചിലവ് വരും. ഇനി അഥവാ അത് ബഹുരാഷ്ട്ര റൂട്ട് ആണെങ്കിൽ, അഥവാ ഒന്നിലധികം രാഷ്ട്രങ്ങളെ ബന്ധിപ്പിച്ച് ഇറാഖിൽ നിന്ന് തുടങ്ങി ജോർദാൻ വഴി സിറിയ വരെയോ അതല്ലെങ്കിൽ തുർക്കി വരെയോ നീളുന്ന ഒന്നാണ് എങ്കിൽ ചിലവ് 2, 3, 4 മടങ്ങാകും. അതായത് ഏറ്റവും ചുരുങ്ങിയത് $15 മുതൽ $20 ബില്യൺ വരെ ചിലവാകുമെന്ന് സാരം. പശ്ചിമേഷ്യയിലെ 2 സുപ്രധാന കടലിടുക്കുകളാണ് ഹോർമൂസും ബാബേൽ മന്ദേബും. ഇവ രണ്ടും നിയന്ത്രിക്കുന്നത് ഇറാനും അവരുടെ സഖ്യകക്ഷികളായ ഹൂത്തികളും ചേർന്നാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ചോക്ക് പോയിന്റുകളും മറികടന്ന് ഒരു പൈപ്പ് ലൈൻ നിർമ്മിക്കണമെങ്കിൽ ദക്ഷിണ ഇറാഖിൽ നിന്നും കുവൈറ്റിൽ നിന്നും ആരംഭിച്ച് ഒമാനി തുറമുഖത്ത് അവസാനിക്കുന്ന രീതിയിലാണ് വിഭാവനം ചെയ്യേണ്ടത്. നിലവിലെ കണക്കുകൾ പ്രകാരം ഇത്തരത്തിൽ ഒരു പൈപ്പ് ലൈൻ പൂർത്തിയാകണമെങ്കിൽ ഏകദേശം $55 മില്യൺ ചിലവ് കണക്കാക്കണം. മാത്രമല്ല ചുരുങ്ങിയത് 7 വർഷത്തെ നിർമ്മാണ കാലയളവ്. ഇനി ഇതിലുള്ള റിസ്ക് സാധ്യത എന്താണ് എന്ന് കൂടി പറഞ്ഞു പോകണം. ഒന്ന്, ഇറാഖിലെ തുറമുഖങ്ങൾ നേരിടുന്ന തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഭീഷണി. മറ്റൊന്ന്, ഒമാനി തുറമുഖത്തേക്കുള്ള പൈപ്പ് ലൈൻ എത്തണമെങ്കിൽ ദുർഘടമായ മരുഭൂമികളും മലനിരകളും താണ്ടി പോകണം. ഒമാൻ തുറമുഖമാകട്ടെ ഇറാനിയൻ ആക്രമണ ഭീഷണി ഉള്ളതിനാൽ സുരക്ഷിതമാകുകയുമില്ല. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന എണ്ണയുടെ ഉൽപാദനത്തിൽ ലോകത്തിൽ തന്നെ മുൻപന്തിയിലാണ് സൗദി അറേബ്യയും UAE അടക്കമുള്ള രാജ്യങ്ങൾ. ഹോർമൂസ് കടലിടുക്കായിരുന്നു ഇവർക്ക് തങ്ങളുടെ എണ്ണ കയറ്റുമതിക്കുള്ള മാർഗം. ലോകത്തിന്റെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ 20 മുതൽ 25% വരെ ഹോർമൂസിനെ ആശ്രയിച്ചായിരുന്നു. എന്നാൽ പെട്ടെന്ന് US-ഉം ഇസ്രായേലും ഇറാനിൽ ബോംബിട്ട് യുദ്ധം തുടങ്ങിയതോടെ ഇറാന്റെ മറുപടി ഹോർമൂസ് അടച്ചുകൊണ്ടായിരുന്നു. ഹോർമൂസ് അടയ്ക്കുന്നതിന് മുൻപ് വരെ പ്രതിദിനം 140 എണ്ണ ടാങ്കറുകൾ ഇതുവഴി കടന്നുപോയിട്ടുണ്ട്. അതായത് 20 മില്യൺ ബാരൽ എണ്ണയാണ് ഒരു ദിവസം ഹോർമൂസ് വഴി കടന്നിരുന്നത്. സൗദി, UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഇറാഖ് എന്നീ രാഷ്ട്രങ്ങളെല്ലാം എണ്ണ കയറ്റുമതിക്ക് ഹോർമൂസിനെ ആശ്രയിച്ചു. അതുകൊണ്ട് തന്നെ ഹോർമൂസ് അടച്ചത് ഗൾഫ് രാഷ്ട്രങ്ങളുടെ പ്രധാന വരുമാന മാർഗം കൂടിയാണ് ഇല്ലാതാക്കിയത്. ഇത് ആഗോള വിപണിയിൽ ഇന്ധന വിലയും ഗ്യാസിന്റെ വിലയും കുത്തനെ കുതിച്ചുയരാനും കാരണമായി. ശതകോടിക്കണക്കിന് ഡോളറുകളുടെ നഷ്ടമാണ് ഈ 1.5 മാസത്തെ യുദ്ധത്തിനിടെ ഹോർമൂസ് അടച്ചതിനാൽ മാത്രം ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് ഉണ്ടായത്. ഹോർമൂസ് തുറക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഹോർമൂസിന്റെ അടഞ്ഞുകിടക്കൽ തുടരുന്നിടത്തോളം ഗൾഫ് രാഷ്ട്രങ്ങളുടെ നഷ്ടവും കൂടിക്കൂടി വരും. ഇത് ഒഴിവാക്കുന്നതിനാണ് എണ്ണക്കടത്തിന് പുതിയ ബദൽ മാർഗങ്ങൾ ആവിഷ്കരിക്കുന്നത്. അതിൽപ്പെട്ടതാണ് പൈപ്പ് ലൈനും അനുബന്ധ സൗകര്യങ്ങളും. നിലവിൽ സൗദി അറേബ്യയ്ക്ക് അത്തരത്തിലൊരു ബദൽ പൈപ്പ് ലൈൻ ഉണ്ട്. ചെങ്കടലിലെ യാൻബു തുറമുഖത്തേക്ക് തുറക്കുന്ന 1200 കിലോമീറ്റർ നീളുന്ന പൈപ്പ് ലൈൻ വഴി ഇപ്പോൾ ദിവസേന 7 മില്യൺ ബാരൽ എണ്ണ കടന്നു പോകുന്നുണ്ട്. പൂർണ്ണമായും ഹോർമൂസിനെ ഒഴിവാക്കി കടന്നു പോകുന്ന ഈ പൈപ്പ് ലൈൻ ദീർഘിപ്പിക്കുന്നതിന്റെ പ്രായോഗിക സാധ്യതകൾ ആരായുകയുമാണ്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഇറാന് കപ്പം കൊടുത്തുകൊണ്ട് ഹോർമൂസ് തന്നെ കടലെടുക്കായി അംഗീകരിച്ച് അതുവഴി വ്യാപാരം നടത്തുക, അതല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് പുതിയ പാതകൾക്കായുള്ള നടപടികൾ ആരംഭിക്കുക. രണ്ടിൽ ഏതാകും ഗൾഫ് രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുക എന്നത് കണ്ടറിയണം.